നിങ്ങൾ എന്തിനു മനുഷ്യ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പഠിച്ച് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്? നീ 5000 രൂപയല്ലേ എന്റെ ഈ തന്നത്? അത് ഞാൻ കെട്ടിടത്തിന് അഡ്വാൻസ് കൊടുത്തു. ഇപ്പൊ പണി തുടങ്ങാൻ എന്ത് ചെയ്യും? കാശുണ്ടാക്കാതെ ഒന്നും നടക്കത്തില്ല. ആട്ടി ഇവിടെ എങ്ങനെ ഇരിക്കുന്നു? അവൻ അവക്ക് കുറച്ച് സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാ നമുക്കിത് വിൽക്കാം. നിങ്ങൾക്ക് അതല്ലേ അറിയാവൂ. പിന്നെ കാശ് എന്ത് ചെയ്യും? കാശുണ്ടാക്കാൻ ഒരു വഴി ഞാൻ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ്? എടി അവൻ DSP ആണ്. DSP അല്ല ASP ആയാലും ഇതിന്റെ മുന്നിൽ അവൻ ഡിഫീറ്റാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രയോഗിച്ച് നോക്ക്. നിങ്ങൾ നോക്കിക്കോ. പെട്ടി നിറച്ച് പണവുമായിട്ട് നാളെ വൈകുന്നേരത്തെ വണ്ടിക്ക് നമ്മൾ ഇവിടുന്ന് പോകുന്നു. ഉഷേ, എനിക്ക് ബാലയോട് അല്പം തനിച്ച് സംസാരിക്കാനുണ്ട്. ബാല, എന്താ അമ്മായി? ഉഷയും നീയും ഇനിയും ഇങ്ങനെ ചിരിച്ചും കളിച്ചും നടക്കാൻ പറ്റില്ല. എന്തുണ്ടായി? എന്തുണ്ടായെന്നോ? ഉഷ ഗർഭിണിയാണ്. ഞാൻ മൂലമോ? പിന്നെ അല്ലാതെ ഇവിടെ ആരാ ഉള്ളത്? ഓ, അത് ശരിയാ. എന്റെ മോള് എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിയായിരുന്നു. ഞാൻ അവളെ നശിപ്പിച്ചത്. നീ തന്നെ ഉടനെ പരിഹാരം ഉണ്ടാക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മായി പറയുന്നത്? നീ അവളെ വിവാഹം ചെയ്യണം. വിവാഹമോ? പിന്നെ എനിക്ക് ഭാര്യയും 3 കുട്ടികളുമുണ്ട്. വേറെ മാർഗമൊന്നുമില്ലേ? വേറെന്ത് മാർഗം? വല്ല മരുന്നും കൊടുത്ത് എന്റെ മോളുടെ ആരോഗ്യം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ചിരിക്കണ്ട, എന്റെ മനസ്സിൽ തീ ആളി കത്തുക. ഉഷേ, ഉഷേ, ബാലേട്ട, ഒരമ്മയുടെ മുന്നിൽ വെച്ച് മകളോട് ചോദിക്കാൻ പാടില്ലാത്തതാണ്. എന്നാലും എന്താ ബാലേട്ട? ഞാൻ മൂലം നീ ഗർഭിണിയാണോ? പറയൂ. അതെ. അതെ. അമ്മായി, ആരും അറിയാതെ ഇതൊന്ന് ഒതുക്കി തീർക്കാമോ? 2 ലക്ഷം രൂപ തന്നേക്കാം. 2 ലക്ഷമോ? അതിനുള്ള പേറ്റ് പറയാനില്ലല്ലോ. അതൊക്കെ ഒരു 4 ലക്ഷം രൂപയായാലോ? 4 ലക്ഷമോ? ശരി, രൂപ എന്റെ കൈ തരണം. അമ്മാവന്റെ കൈ കൊടുക്കാൻ പറ്റില്ല. അവളെ പെറ്റ് വളർത്തിയത് ഞാനാ. അപ്പൊ കാശ് കിട്ടിയാൽ ഗർഭം താനേ പോകും അല്ലേ? അമ്മായി, 2 വർഷം മുമ്പ് സന്താന നിയന്ത്രണത്തിന് വേണ്ടി ഓപ്പറേഷൻ ചെയ്തവനാണ് ഞാൻ. എന്നെ വേണ്ടി പണം പിടുങ്ങാമെന്ന് വിചാരിച്ചല്ലേ? എഴുന്നേക്ക്, ഇങ്ങോട്ട് മാറി നിൽക്കടി. അമ്മയും മകളും കൂടി പുതിയ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണല്ലേ? നാണം കെട്ട പലിശകൾ. എല്ലാത്തിനും ഈ നിമിഷം ഇവിടെ നിന്ന് അടിച്ചിറക്കണം. ഏറ്റമല്ലേ അടിച്ചിറക്കി 20 തളിച്ചേക്കാം. ഇങ്ങോട്ട് വാടോ ഇറങ്ങി. എന്താ ഒരു അമാന്തം പോലെ. അതെ, ഇറങ്ങി വാടി. ആനോടെ അടി. എന്താ എന്റെ കയ്യിലിരിക്കുന്നു? തേങ്ങ മോഷിച്ചു വെച്ചിരിക്കുന്നു. ഓണ വഴിക്ക് കളവഴിക്ക് അടിക്കാനാ. നിങ്ങളെ വളരെ ആഘോഷമായിട്ട് ഇവിടുന്ന് പറഞ്ഞു വിടേണ്ടതാണ്. പക്ഷേ ഏമാലിനെ ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല. നിനക്കോടാ അറിയാവോടാ? നിനക്കോടി? ഓ, നീ കുറെ ഓടിയവളാണല്ലോ. ഇവിടുന്ന് ഓടിയാൽ ബസ് സ്റ്റാൻഡിൽ ചെന്നേ തിരിഞ്ഞു നോക്കാവൂ. ഡോക്ടർ സാർ, എന്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ, നല്ല പനിയുണ്ട്. ഒന്ന് വീട് വരെ വന്നാൽ. ഞാനിപ്പോ വരാം. അല്ലപ്പാ സാർ, എന്റെ ബാഗ് എടുത്തോണ്ടിരും. അയ്യോ,
ബാലേന്ദ്രൻ ഹിയർ. സാർ, ഞാൻ ആലപ്പുഴയിൽ നിന്ന് സർക്കിൾ ഇൻസ്പെക്ടർ വിജയനാണ്. എന്താ വിജയ? സാർ, അങ്ങയുടെ ബ്രദറുടെ ആശുപത്രിയിലാണ്. എന്തു പറ്റി? ഒരു സംഘട്ടനത്തിൽ കുത്തേറ്റതാണ്. ഐ സി. സാർ ഇവിടം വരെ ഒന്ന് വന്നാ കൊള്ളാം. എന്തിനാ? അല്പം സീരിയസ് ആണ്. നേരിട്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ശരി, ഞാൻ വരാം. ഓക്കെ സാർ. അവൻ എവിടെ കിടക്കുന്നു? ഓപ്പറേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി സാർ. അല്പം മുമ്പ് ഒരു ബോധം ഉണ്ടായിരുന്നു. ഓരോരുത്തൻ ചെയ്ത തെറ്റിന്റെ ഫലം അനുഭവിക്കാതെ പറ്റും. ബാബുവിന്റെ മരണമൊഴി എടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ അടുത്ത് വിളിച്ചു. സാറിനുള്ളൊരു ലെറ്റർ എന്നെ കൊണ്ട് എഴുതിപ്പിച്ചു. ഇതാ. പ്രിയപ്പെട്ട ചേട്ടാ, എനിക്ക് മാപ്പ് തരണം. ചേട്ടത്തി നിരപരാധിയാണ്. ലഹരി പിടിച്ച ഞാനാണ് സ്വഭാവമില്ലാതെ അവരെ കടന്നു പിടിച്ചത്. അവരെതിർത്തു. അപ്പോൾ ചേട്ടൻ വന്നു. കുറ്റവാളി ഞാൻ മാത്രം. ചേട്ടത്തെ അക്കാര്യത്തിൽ ശിക്ഷിക്കരുതേ. മരിക്കുന്നതിന് മുമ്പ് ചേട്ടനെയും ചേട്ടത്തെയും കുട്ടികളെയും എനിക്കൊരുമിച്ച് കാണണം. എന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റി തരില്ലേ? നിറവേറ്റി തരില്ലേ ചേട്ടാ? എനിക്ക് മാപ്പ് തരൂ. മാപ്പ് ചേട്ടാ. ഞാൻ തെറ്റി. ഇത്രയും നാൾ നീയും അവനും ചേർന്ന് എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ നിരപരാധിയാണ്. അവനാണ് എന്നെ അവനെല്ലാം തുറന്നു പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞു. എന്നിട്ടും നീ എന്നെ മധ്യനാക്കാൻ ശ്രമിക്കുകയാണോ? അവൻ എന്നെ സമ്മതിച്ചെന്നാണ്. അവനാണ് എന്നെ. സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് കേൾക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇല്ല ഇല്ല, ബാലേട്ട തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ നിരപരാധിയാ ബാലേട്ട. നിരപരാധി? അതെ. നിന്നെ ഞാൻ അമ്മേ, അമ്മേ. വിജയ, എനിക്കിപ്പോ തന്നെ ബാബുവിനെ കാണണം. ക്ഷമിക്കണം സാർ, ബാബു ഓപ്പറേഷൻ തിയേറ്ററില്ല. 2 മണിക്കൂറെങ്കിലും ആവുമെന്ന ഡോക്ടർ പറഞ്ഞു. എങ്കിൽ ഉടനെ ഒരു ഡ്രൈവർ ഏർപ്പാട് ചെയ്ത് സാർ. എനിക്ക് വൈഫ് ഹൗസിൽ ഒന്ന് പോകണം. ഐ കാൺ ഡ്രൈവ്. പിന്നെ കുമാരന് ഫോൺ ചെയ്ത് കുട്ടികളെയും കുട്ടിക്കൊണ്ട് ഉടനെ ഇവിടെ വരാൻ പറയും. ശരി സാർ. ഇന്ദു, 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 കഥ തുറക്ക്. ഞാനാണ് നിന്റെ ബാലേട്ടൻ. ബാലേട്ട, ഇന്ദു, എനിക്കെല്ലാം മനസ്സിലായി. എനിക്ക് മാപ്പ് തരും. ബാലേട്ട. ഇന്ദു, നീ എന്തായി കാണിച്ചത്?
ചിറ്റപ്പ ബാബു ചിറ്റപ്പ ബാബു ചേട്ടന്റെ പിണക്കമെല്ലാം തീർന്നടാ.